ഇറങ്ങിയ തലയും കാണില്ല. എന്തൊരു കഷ്ടം. എടോ, നാളെ വൈസ് ചാൻസലറുടെ കോലം കത്തിക്കാൻ കോലം തയ്യാറായിക്കോണം. ഇയാളി വന്നേ. താന് ഒന്നുമില്ല. പോയി മുദ്രാവാക്യം വിളിച്ച് പഠിക്കടോ. പോടോ, നോക്കാതെ പോടോ. ഇതെപ്പോ നിർത്തും? ഇപ്പൊ തന്നെ 5-6 പേർക്കുള്ളതായല്ലോ. എടാ മണി, എന്തൊക്കെയാ പറയണേ? അങ്ങേർക്ക് മലയാളം അറിയില്ലെന്ന് വെച്ച് എന്ത് പറയാൻ വിചാരിച്ചു? ഇവനൊരു തമാശ പറഞ്ഞല്ലേ? ഓ, തമാശ. രണ്ടും കൂടി വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നു. അങ്ങേർക്ക് വല്ല വയറ്റുന്നതിനും പിടിക്കും. എന്തിനാണ് അങ്ങനെയുള്ള വായി കിടക്കുന്നത് വെറുതെ കേൾക്കുന്നത്? നിനക്കൊക്കെ വേണമെങ്കിൽ ഇന്ന് വല്ലയിടത്തും വിഴുങ്ങിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ വല്ലതും കിട്ടുള്ളൂ. തിന്നട്ടടാ, തിന്നട്ട് മതിയാവോളം തിന്നട്ട്. കൊറേ കാലം ജയിലിലെ ഗോതമ്പുണ്ട തിന്നേണ്ടതല്ലേ? തിന്ന് കൊതി മാറ്റട്ടെ. എന്നാ നിങ്ങളും നിന്ന് കൊതി മാറ്റിക്കോ. ഞാൻ ജയിലിൽ പോയാ എന്റെ കൂടെ നിങ്ങളും കാണും. തിന്ന് 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 ല്ലേ, തിന്ന്. വെള്ളമോട് വെള്ളമോട് കുടി കുടി കുടി. നമസ്കാരം. എങ്ങനെ അറബിക്ക് നമ്മൾ നാടകം ഇഷ്ടപ്പെട്ടോ? നാടിനേക്കാൾ ഉപരി ഇവിടുത്തെ ഭക്ഷണമാണ് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടത്. നമസ്കാരം. നമസ്കാരം മുതലാളി. നമ്മുടെ നാട്ടിലൊരു വിശിഷ്ടാതി വരുമ്പോ എല്ലാരും വന്ന് കാണുക എന്നുള്ളതാണല്ലോ അതിന്റെ ശരി. ഷേക്കിന് സുഖമില്ല, ഭയങ്കര പല്ലുവേദന. വേദന കൊണ്ട് വാ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഇന്നൊരു അക്ഷരം മൂപ്പർക്ക് മിണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പിന്നെ കാണാം. ഏതായാലും ആള് സ്ഥലത്തെത്തിയല്ലോ. ഒരു മിനിറ്റ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു അറബിയം കൊണ്ട് ഇങ്ങോട്ട് വരാൻ കാണിച്ച നല്ല മനസ്സിനെ എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. പക്ഷേ ഈ സംരംഭം പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എന്റെ സംശയം. അതെന്താ? ഒരല്പ ശമ്പള വർധനവിന് വേണ്ടി തൊഴിലാളികൾ ഒരു സമരം ചെയ്തു. അതിന്റെ വാശിയില്ല ഈ ലോക്കൗട്ട്. ഈ കമ്പനി അവളോട്ട് തുറക്കുകയില്ല, മറ്റാരെ കൊണ്ട് തുറക്കാൻ സമ്മതിക്കുകയില്ല. അന്ന് രാമേന്ദ്രനൊക്കെ തല്ലിയില്ല, അതും അവളുടെ ആൾക്കാരാണ്. കമ്പനി ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ അവൾ ശ്രമിച്ചപ്പോ നാട്ടുകാരെല്ലാം ചെന്ന് തടഞ്ഞു. അവൾക്കപ്പൊ നിങ്ങൾക്ക് കമ്പനി തരാൻ നിവൃത്തിയില്ലെന്നായി. നിങ്ങൾ കമ്പനി തുറക്കുമെന്ന് ഉറപ്പായപ്പോ അവൾ അടവൊന്ന് മാറ്റി നോക്കി. രാമേന്ദ്രൻ സൂക്ഷിക്കണം, ചെറുത്ത് നിൽക്കണം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, പിന്നെ കാണാം. രാമ്പിള്ളേ, ഓ, ഇന്ന് രാത്രി പാർട്ടി ഓഫീസിൽ ഒരു യോഗം വെച്ചിട്ടുണ്ട്. താൻ എല്ലാരെയും കൂട്ടി അവിടെ വരണം. പാർട്ടി ഓഫീസിൽ ഒരു നോട്ടീസ് ഇടണം. അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. 30 അംഗങ്ങളുണ്ടെങ്കിൽ 31 ഗ്രൂപ്പുകളും ഉണ്ട്. എവിടെ ഗ്രൂപ്പും കുഴപ്പവും താൻ നോക്കണ്ട. താൻ അവരെ വിളിച്ച് വന്നാൽ മതി. കണ്ടു വിടോ. ആ രാമേന്ദ്ര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ അറബിയെ വിളിച്ചോണ്ട് പോയി ഫാക്ടറി കാണിക്കണം. വേണ്ട അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊരു യോഗം ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. ഓക്കെ? ഒന്ന് മാറി. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും പേപ്പർ ഒന്ന് വായിക്കണ്ടേ? ഞാൻ വരാൻ പറഞ്ഞത് ഇന്ന് രാത്രി എല്ലാവരും പാർട്ടി ഓഫീസിൽ മീറ്റിങ്ങിന് പോകും. ആ സമയത്ത് നിങ്ങൾ രാമചന്ദ്രന്റെ വീട്ടിൽ ചെന്ന് ആ അറബിയെ നേരിട്ട് കാണണം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അർച്ചന മിൽസ് എന്ന് കേട്ടാ പോലും അറബി ഞടുങ്ങണം. അഭ്യാസം കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചതിന്റെ എല്ലി ഞങ്ങൾ ഊരും. അതല്ല, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവനെ രക്ഷപ്പെടുത്തുന്ന കാര്യമൊന്നും പറയണ്ട. എന്റെ കാശ് തരാതെ ഇവനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. എടാ, ഇപ്പൊ കാശൊന്നും നോക്കണ്ട, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. ഇവിടുന്ന് ഓരോരുത്തരായിട്ട് മുങ്ങുന്നതാണ് നല്ലത്. അതിന്റെ മുന്നോടിയായിട്ട് ആദ്യം ഞാൻ തന്നെ മുങ്ങാം. നീ എവിടെ? ഇവനെയാണ് ആദ്യം പറഞ്ഞു വിടേണ്ടത്, ഈ പണ്ടാരക്കാലിനെ. പക്ഷെ എന്നെ കാശ് കിട്ടാൻ എങ്ങനെ പറഞ്ഞു വിടും? രാമേന്ദ്ര, ഞാൻ നിന്നെ മനഃപൂർവ്വം പറ്റിച്ചൊന്നുമല്ല. നിന്നെപ്പോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ബോംബെയിലെ ഏജന്റ് മുങ്ങിക്കളഞ്ഞതാ. ബാധ്യത മുഴുവൻ എന്റെ തലയിലുമായി. ഇങ്ങനെ അറബി വേഷവും പഞ്ചാബി വേഷവും ഒക്കെ ധരിച്ച ഞാൻ വല്ലപ്പോഴും പുറത്തിറങ്ങുന്ന തന്നെ. സത്യം പറഞ്ഞ നിന്നെക്കാളും വലിയ ഗതികേടില്ല ഞാൻ.
ഈ ഡ്രസ്സിൽ പോയ നാട്ടുകാരെ പിടിക്കും. ആദ്യം ലോഹാവൂര്. ഞാൻ അടിയിലൊന്നും ഇട്ടേ, ഷർട്ട് ഇട്ടിട്ടില്ലെന്ന്. അടിമൊക്കെ ഷർട്ട് ഊരിക്കൊടു. ഇതെങ്ങനെ അയക്കുന്നു? ആ ബട്ടൺസ് ഊരിയാ മതി. വലിച്ചു പൊട്ടിയില്ല. ഇതൊന്നും ഊരിക്കത് വേണം. പാന്റ് അയക്കണ്ട. ഇല്ലല്ല, അയ്യേ. ഷർട്ട് ഇട്. എന്റെ കയ്യെവിടെ? ഒരു പാടം നോക്കി. എങ്ങനെ ആവോ? എനിക്ക് തോന്നുന്നു അറബികൾ ഇത് ഇട്ടാ പിന്നെ ഊരില്ലെന്ന് തോന്നുന്നു. ഏതായാലും നമ്മളിട്ട എല്ലാം ഊരൊന്നും ഇപ്പൊ ഉണ്ട്. പക്ഷേ വല്ല വയലിന്റെ നടുക്ക് ഇങ്ങനെ നിർത്താൻ കൊള്ളാം. അതിന് ബെസ്റ്റ് നെയ്യാണ്. നമ്മൾ പരിചയമുള്ള വണ്ടിയായ മതിയായിരുന്നു. വണ്ടിക്ക് പരിചയം ഉണ്ടായിട്ട് എന്താണ്, ഡ്രൈവർക്ക് പരിചയം വേണ്ടേ? അറബി പറ. അവന്റെ അമ്മൂമ്മക്ക് വായ വിളി വാങ്ങിക്കാൻ പോകല്ലേ? വേറൊന്നും വരുന്നു. ഒരാൾക്കൊരു ലിഫ്റ്റ് തരുമോ? ഓ തരാലോ. വളരെ ലിഫ്റ്റ് ചോദിച്ചെന്ന് കരുതി. വണ്ടി നിർത്തി ആടിയത്. ഞാൻ അറബി അന്വേഷിച്ചിട്ട് കിഡ്നാപ്പ് ചെയ്തോണ്ടോ പോയില്ലേ? ഞാൻ മലയാളം പറഞ്ഞിട്ട് എടുത്ത് വലിച്ചെറിയാൻ പുറത്തേക്കാ മുട്ട അടിക്കാഞ്ഞത് ഭാഗ്യം. താനിനി എങ്ങും പോകണ്ട. ഞാൻ പോണില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. അതെ, നിങ്ങളുടെ കമ്പനിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും ഞങ്ങൾക്ക് വേണ്ട. അത് പൊളിച്ചു കളയോ പിരിച്ചുവിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇനി അതിന്റെ പേരിൽ ഞങ്ങളാരെങ്കിലും തൊട്ടാലുണ്ടല്ലോ, കുറെ ഗുണ്ടകൾ കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് തെമ്മാടിത്തരം ആകാമെന്ന് വിചാരിച്ചോ? എന്താ രമേന്ദ്ര, വാട്ട്സ് യുവർ പ്രോബ്ലം? പ്രോബ്ലം പാവപ്പെട്ടവരുടെ തല്ലി ചേർത്തിട്ട് വേഷം കെട്ടെടുക്കുന്നോ? ഇതൊന്നും ഞങ്ങളുടെ വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യാൻ മടിക്കാത്തരാ. എന്താ ഇവിടെ താൻ ഒറ്റ ഒരുത്തനായി ഈ കുരുട്ട് ബുദ്ധി മുഴുവൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായാൽ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെച്ചേക്കത്തില്ല. എല്ലാത്തിനെയും വെട്ടി നുറുക്കി ഞാൻ തീയിടും. മിസ്റ്റർ ജി കെ ഇല്ലേ? ഉണ്ട്, ഇരിക്കും. അർത്ഥനയോ? ഇങ്ങോട്ടിരിക്കെ. ഞാൻ ഇരിക്കാൻ വന്നല്ല. നാട്ടിലുള്ളവരെ മുഴുവൻ തല്ലിച്ചതച്ചിട്ട് അതൊക്കെ എന്റെ പേരിലാക്കുന്നതാണോ മിസ്റ്റർ ജി കെയുടെ പുതിയ മാർഗം? മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കണം. അല്ലാതെ വഴിയെ പോകുന്നവരെയൊക്കെ തല്ലുന്നതല്ല പൗരുഷം. ഇതിന് മാത്രം എന്ത് തെറ്റാ മിസ്റ്റർ ഞങ്ങൾ തന്നോട് ചെയ്തത്? മതി പ്രസംഗിച്ചത്. നിന്റെ പഴയ പ്രതാപകം കള. ഇത്രയൊക്കെ ആയിട്ടും ഈ ജി കെ ആരാന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലായി, ഒരുപാട് മനസ്സിലായി. പക്ഷേ ഈ പറയുന്ന ജി കെക്കാൾ അന്തസ് എന്റെ അടുക്കള വാതുക്കൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിന്നിരുന്ന പഴയ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതെടി, ഞാൻ അന്തസ്സില്ലാത്തവനാ, ചെറ്റയാ, സമ്മതിച്ചു. പക്ഷേ ഈ ചെറ്റയുടെ അടുത്ത് നീ വരും കരഞ്ഞ് കാല് പിടിക്കാൻ. അതുവരെ അർച്ചന മിസ് അങ്ങനെ മരവിച്ച് കിടക്കും. നീയും ഈ ജി കെയാ പറയുന്നത്. എന്നാൽ ജി കെ തന്നെ കേട്ടോ, ആരെയൊക്കെ തല്ലി ഓടിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അർച്ചന മിൽസ് ഞാൻ തുറക്കും. എന്ത് ത്യാഗം സഹിച്ചു. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്.